ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു പ്രഭാതം ദൈവം നമുക്കായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ഹഗ്ഗായിയുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം തിരുവചനം. വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണ്, മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പിതാവായ ദൈവം ഈ ഭൂമിയിലെ മക്കളോട് നൽകുന്ന ഒരു വാഗ്ദാനമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നാലും, നിങ്ങളുടെ വിത്ത് വിതയ്ക്കുന്നതിന് പകരം കളപ്പുരയിൽ തന്നെ ഇരിക്കുകയാണെങ്കിലും, നിങ്ങൾ നട്ടുവളർത്തിയ മുന്തിരിയും അത്തിവൃക്ഷവും മാതളനാരവും ഒലിവും നിങ്ങളുടെ അധ്വാനത്തിന് ഫലം നൽകുന്നില്ലെങ്കിൽ പോലും ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, അനുഗ്രഹം ഉണ്ടാകുന്നത് നമ്മുടെ നാവിലൂടെ തന്നെയാണ്. നമ്മൾ നെഗറ്റീവായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു, അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് മനസ്സിലാക്കുക. ഒരു കർഷകൻ അവൻ്റെ വിളവ്, അവൻ എന്ത് വിത്താണോ വിതച്ചത്, അത് 100 മേനി ഞാൻ കൊയ്തെടുക്കും, ദൈവനാമത്തിൽ ദൈവം എനിക്കത് അനുഗ്രഹമാക്കി തരുമെന്ന് പറയുമ്പോൾ അവൻ അത് തന്നെ ലഭിക്കും. ദൈവത്തിൻ്റെ നാമത്തിൽ മാതാപിതാക്കൾ മക്കൾ ഒരനുഗ്രഹമായി മാറും. അവരേത് ദേശത്തായിരുന്നാലും ആ ദേശം കൈവശമാക്കും എന്ന് അനുഗ്രഹിക്കുമ്പോൾ ദൈവം അത് സാധിച്ചു കൊടുക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തി, യേശുക്രിസ്തു വഴി എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുവാനുള്ള എല്ലാ സാഹചര്യവും ദൈവം എനിക്ക് ഒരുക്കി തരും എന്ന് പറയുമ്പോൾ അതിനു വേണ്ട സാഹചര്യങ്ങൾ, കടബാധ്യതകൾ മാറാൻ ദൈവം വഴികൾ തുറക്കും. രോഗാവസ്ഥയെ ഓർത്ത് വിലപിക്കുന്നതിന് പകരം എൻ്റെ കർത്താവ് എൻ്റെ ഈ രോഗം എടുത്തു മാറ്റി എനിക്ക് സൗഖ്യം തരും. മരിച്ചുപോയ ലാസറിനെ ഉയർപ്പിച്ചവൻ എൻ്റെ രക്ഷകനും നാഥനുമാണെങ്കിൽ ആ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ആ ദൈവം എനിക്ക് സൗഖ്യം തരുമെന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ ദൈവം അത് അനുഗ്രഹമാക്കി മാറ്റും. ആകയാൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾക്കെന്ത് ഇല്ല എന്നുള്ളതല്ല, നമ്മൾക്കെന്തു വേണമോ അത് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രവചിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതം ശാന്തമാകും, എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാകും. ഇന്നു മുതൽ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ ഒന്നിനെയും ഓർത്തും ആകുലപ്പെടുകയില്ല. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ നാവിലൂടെ വരുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാകും. തിന്മയുള്ളിടത്താണ് വിലാപവും പല്ലുകടിയും എല്ലാം ഉള്ളത്, കലഹമുള്ളത്. കർത്താവിനോട് ചേർന്ന് നിന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ നോക്കി നിങ്ങൾ പ്രവചിക്കാൻ തുടങ്ങുക. മക്കളെ നോക്കി അനുഗ്രഹിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലത്തെ നോക്കി അത് 100 മേനി ലഭിക്കുമെന്ന് പറയുക. അടുക്കളയിൽ എന്തു വേണോ അത് സമൃദ്ധമായിട്ട് നിറഞ്ഞു കവിഞ്ഞ് ഒരിക്കലും വറ്റാത്ത രീതിയിൽ ലഭിക്കുമെന്ന് പറയുക. നമ്മൾ പറയുന്നത് നമ്മൾ നേടിയെടുക്കും. അത് ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തരും. ഈ തിരുവചനം നിങ്ങൾക്കെല്ലാവർക്കും ഒരനുഗ്രഹമായി മാറുവാനും, നിങ്ങളുടെ നാവിലൂടെ നിങ്ങളുടെ അനുഗ്രഹം നിങ്ങൾ പ്രവചിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവം നിങ്ങളുടെ ഭവനത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായത്താൽ ദൈവം നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.